അത് പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നെങ്കിലും കപ്പലുകൾക്ക് വൻ ഭീതിയായി കടൽ മൈനുകൾ. ഇറാൻ സ്ഥാപിച്ചിട്ടുള്ള മൈനുകൾ നീക്കം ചെയ്യുന്നതിന് 6 മാസത്തെയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പെന്റഗൺ വ്യക്തമാക്കുന്നത്. അമേരിക്കയ്ക്ക് മുന്നിൽ ഇറാൻ പൂർണ്ണമായി കീഴടങ്ങിയെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റുമാർക്ക് മുന്നിൽ ട്രംപും അവകാശപ്പെട്ടു. എന്നാൽ യുദ്ധം അവസാനിച്ചത് തങ്ങളുടെ രാജ്യത്തെ ജനതയുടെ ഐക്യത്തിന് ഫലമായെന്നാണ് ഇറാന്റെയും അവകാശവാദം. വിനോദ്, ഈ യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ടും ട്രംപും ഇറാനും അവരവരുടെ രീതിയിലുള്ള വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഈ കടൽ മൈനുകളുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെയാണ് കടൽ മൈനുകൾ നീക്കം ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് നീങ്ങിയത്. സാഹചര്യം എന്താണ് നിലവിൽ? ഹോർമൂസ് തുറന്നെങ്കിലും ഇപ്പോഴും ഭീഷണി അവസാനിക്കുന്നില്ല. കാരണം ഇറാൻ അവരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഈ ഉപരോധത്തിൻ്റെ ഭാഗമായി മറ്റ് രാജ്യങ്ങളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക, അമേരിക്കൻ സൈന്യം കടന്നു വരാത്ത തരത്തിലുള്ള പ്രതിരോധ മാർഗം എന്ന നിലയിലും ഒക്കെ തന്നെയാണ് മൈനുകൾ സ്ഥാപിച്ചത് കടലിൽ. ഇതിപ്പോൾ വലിയ ഭീഷണിയായിരിക്കുന്നു. ഇറാനാകട്ടെ ഇതിൽ കൃത്യമായ വിവരം നൽകുന്നില്ല. മൈനുകൾ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിക്കവറിയുമായി ബന്ധപ്പെട്ട് പെന്റഗണുമായി അങ്ങനെ സഹകരിക്കുന്നില്ല എന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്നാൽ അമേരിക്കൻ സേനാ വിഭാഗങ്ങൾ ഇപ്പോൾ ഈ മൈനുകൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി US സെൻട്രൽ കമാൻഡിൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ പൂർണ്ണമായും മൈനുകൾ മാറ്റിയാൽ മാത്രമേ കപ്പലുകൾക്ക് സുഗമമായി കടന്നു പോകാൻ കഴിയൂ. ആയിരക്കണക്കിന് കപ്പലുകൾ കടന്നു പോകേണ്ടതുണ്ട്. പക്ഷേ ഈ മൈൻ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല, ഇറാൻ അത് പൂർണ്ണമായി മാറ്റുന്നതിന് ഒരു വൈമനസ്യം കാണിക്കുന്നത് ഇപ്പോഴും സമാധാന കരാർ അതിൻ്റെ അന്തിമമായ രൂപത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയ്ക്ക് പൂർണ്ണമായി ഈ മൈനുകൾ മാറ്റുന്നതിന് സഹകരിക്കുന്നില്ല എന്നത് അതുകൂടി നമ്മൾ ഇതിനോട് ചേർത്ത് കാണണം. കാരണം ഇപ്പോഴും വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട്. ഈ കരാറുമായി ബന്ധപ്പെട്ട് ചില അവ്യക്തതകൾ നിൽക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ സമാധാന ശ്രമങ്ങൾക്ക് ഒരു 60 ദിവസത്തെ കാലാവധി നീട്ടി കിട്ടുമ്പോൾ അമേരിക്കയുടെ വിജയമായും ഇറാൻ്റെ വിജയമായും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരുടെ യോഗത്തിൽ ട്രംപ് തന്നെ ഇങ്ങനെ ഒരു അവകാശവാദം ഉന്നയിച്ചു. ഇറാൻ പരിപൂർണമായി അമേരിക്കയ്ക്ക് മുന്നിൽ കീഴടങ്ങി, ഇത് അമേരിക്കയുടെ രാഷ്ട്രീയ വിജയമാണ് എന്ന ഒരു നിലയിലായിരുന്നു ട്രംപ് ഏറ്റവും ഒടുവിൽ നിലപാടെടുത്തത്. എന്നാൽ ഇറാൻ്റെ മറുപടി ഇതിൻ്റെ ഭാഗമായി പുറത്തു വന്നു. അവർ പറയുന്നത് അവരുടെ രാജ്യത്തെ ജനങ്ങൾ ഐക്യത്തോടു കൂടി നിന്നതിൻ്റെ വിജയമായി ഈ സമാധാന കരാറിനെ കാണണം. ഇപ്പോഴുള്ള താൽക്കാലികമായി ഉണ്ടായ 60 ദിവസത്തെ ചർച്ചകൾക്ക് വേണ്ടിയുള്ള കരാറിനെ കാണണം എന്നൊരു അവകാശവാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനവർ പറയുന്നത് അമേരിക്കയും ഇസ്രയേലും ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഉണ്ടായിരുന്ന സർക്കാരിനെ മറിച്ചിട്ട് വെനസ്വേലയിലൊക്കെ തന്നെ സൃഷ്ടിച്ചതുപോലൊരു പാവ സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള US-ൻ്റെ ശ്രമമായിരുന്നു. പക്ഷേ അവർ പ്രതീക്ഷിച്ചതുപോലെ ആഭ്യന്തര കലാപത്തിലേക്ക് ഇറാൻ പോയില്ല. അവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. ആ ഐക്യത്തിന് മുന്നിൽ അമേരിക്ക അടിയറ പറയുകയായിരുന്നു എന്നൊരു വാദമാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഹോർമൂസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും നഷ്ടപരിഹാര തുക ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ടും ആണവ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ തന്നെ വലിയ തർക്കങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പ്രതിനിധികളെ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പറയുന്നു. എന്നാൽ അങ്ങനെ പരിശോധന നടത്തുമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത്. മാത്രമല്ല, അമേരിക്ക ചില അയവുകൾ ഇറാനോട് കാണിക്കുന്നു എന്ന പരിഭവത്തിൽ ഇസ്രായേൽ ഇപ്പോൾ അമേരിക്കയോട് തെറ്റി നിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. നെതന്യാഹുവിൻ്റെ വഴിക്കും ട്രംപിൻ്റെ വഴിക്കുമാണ് പോകുന്നത്. നേരത്തെ ഒരുമിച്ച് യുദ്ധത്തിന് ഇറങ്ങിയ ആളുകളാണ്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ലെബനനെ ആക്രമിക്കുക, സിറിയയെ ആക്രമിക്കുക, യമനെ ആക്രമിക്കുക തുടങ്ങിയ അവർക്ക് മുന്നിലുള്ള പല ലക്ഷ്യങ്ങളുണ്ട്. അതിന് രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ട്. അവരുടെ സുരക്ഷ മുൻനിർത്തി അവരുടെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തിയാണ് നെതന്യാഹു അങ്ങനെ പോകുന്നത്. കാരണം അവിടെയും തിരഞ്ഞെടുപ്പ് വരികയാണ്. ആ ഒരു ഘട്ടത്തിൽ ട്രംപ് പറയുന്ന തരത്തിൽ പിന്നാക്കം പോയാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് നെതന്യാഹു നടത്തുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നങ്ങളിൽ തട്ടി നിൽക്കുമ്പോഴാണ് ഈ മൈനിൻ്റെ പ്രശ്നം നിൽക്കുന്നത്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യത്തെ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ തന്നെയാണ് കാത്തു നിൽക്കുന്നത്. കാരണം ഏതാണ്ട് 68 ലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് ഇറാനിൽ ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. അവർ നേരത്തെ ഈ ഉൽപ്പാദനം യുദ്ധമുണ്ടായി എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ഉൽപ്പാദനം അവസാനിപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഉൽപ്പാദിപ്പിച്ച എണ്ണയുടെ 80% വിപണി കണ്ടെത്താതെ കിടക്കുകയാണ്. അതുകൊണ്ട് ഈ 60 ദിവസത്തിനുള്ളിൽ കിട്ടുന്ന വിലയ്ക്ക് അത് വിൽക്കുക എന്നൊരു കാര്യം കൂടി ഇറാൻ്റെ മുമ്പിൽ ഒരു ബാധ്യതയായി നിൽക്കുന്നുണ്ട്. കാരണം ആ ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോയാൽ അവരുടെ വിപണി സാധ്യത വീണ്ടും അടയുന്ന ഒരു നിലയുണ്ടാകും. അത് ഇറാനെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് എണ്ണ ഏത് തരത്തിലും വിറ്റ് തീർക്കുക എന്ന
ഒരു തീരുമാനം. മാത്രമല്ല ഈ ഒപ്പക്കിൽ നിന്നൊക്കെ പല രാജ്യങ്ങളും പുറത്തേക്ക് ഇറങ്ങുകയും അവരുടെ സ്വന്തം നിലയ്ക്ക് എണ്ണ വിൽക്കാനുള്ള തീരുമാനവുമായി പോവുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്. ഇത് എണ്ണ വിലയിലും കാര്യമായ കുറവുണ്ടാക്കും. മാത്രമല്ല ഇപ്പോൾ ഈ സമാധാനം വന്നതിന് ശേഷം തന്നെ എണ്ണവില ബാരലിന് $74 എന്ന നിലയ്ക്ക് താഴ്ന്നിട്ടുണ്ട്. ഏതാണ്ട് $125 മുകളിലേക്ക് പോയതാണ്. $125-130 മുകളിലേക്ക് പോയതാണ്. നമ്മുടെ രാജ്യത്തും പാചകവാതക സിലിണ്ടറിനും ഗാർഹിക സിലിണ്ടറിനും ഒക്കെ തന്നെ വില കൂടുന്ന സാഹചര്യമുണ്ടായി. പെട്രോളിനും ഡീസലിനും CNGക്കും വില കൂടുന്ന സാഹചര്യമുണ്ടായി. അതൊക്കെ തന്നെ ഉള്ളപ്പോഴാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിലയായി $75 എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറാനെ സംബന്ധിച്ച് അവരുടെ വിപണി തുറന്നു കിട്ടുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സമാധാന കരാർ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാ രാജ്യങ്ങളും ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് അമേരിക്കയും ഇറാനും ശ്രമിക്കുന്നു. ഇസ്രായേൽ മാത്രമാണ് തെറ്റി നിൽക്കുന്നത്. എങ്കിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അത് ഈ മൈനുകൾ നീക്കുന്നതിൽ ഉൾപ്പെടെ ആ തർക്കങ്ങൾ തുടരുന്നുണ്ട്. ഹരി, മൈനുകൾ നീക്കുന്നതിൽ ഉൾപ്പെടെ തർക്കങ്ങൾ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. വി വിനോദാണ് വിശദാംശങ്ങൾ